ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷിജിമോൻ പുൻകുന്നം. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. അതിനു മുൻപ് അഡ്വാൻസായി ഒരു കാര്യം പറയുകയാണ്. ഞാനൊരു കമ്പനിയുടെയും പ്രൊമോട്ടറല്ല, അതുപോലെ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിൻ്റെയും അഡ്വൈസറല്ല. ഞാനിവിടെ പറയുന്നത് ഞാൻ ചെയ്ത് എനിക്ക് ബോധ്യം വന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ഞാനിവിടെ പറയാനായി ഉദ്ദേശിക്കുന്നത് PPA സ്പീഡ് ക്യാഷ് എന്ന ഒരു ക്രൗഡ് ഫണ്ടിംഗ് പ്രോജക്റ്റിനെ സംബന്ധിച്ചിട്ടാണ്. ഈ പ്രോജക്റ്റ് ആരംഭിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്നാണ്. ഇതിൻ്റെ ക്രിയേറ്റീവ്സ് എന്ന് പറയുന്നത് 5 വ്യക്തികളാണ്. 5 വ്യക്തികളിൽ ഒരാൾ മലയാളിയാണ്, അദ്ദേഹവും ചെന്നൈയിൽ സെറ്റിൽഡ് ആണ്. ബാക്കി 4 ആളുകളും തമിഴ്നാട്ടിൽ നിന്ന് തന്നെയുള്ള വ്യക്തികളാണ്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് എനിക്കത് വിശ്വാസമായി തോന്നി. ഇതെൻ്റെ മാത്രം വിലയിരുത്തലാണ്. അപ്പോൾ എന്താണ് PPA സ്പീഡ് ക്യാഷ് എന്ന ഈ ഒരു പ്രോജക്റ്റ് എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതായത് പീപ്പിൾ ടു പീപ്പിൾ അപ്രൂവൽ പ്രോജക്റ്റാണ്. നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത, പരിചയമില്ലാത്ത സിസ്റ്റം ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിക്ക് 1000 രൂപ ഡൊണേഷൻ നൽകിക്കൊണ്ടാണ് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുവാൻ കഴിയുക. ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇതിനു മുൻപ് കടന്നു വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സഹായത്തോടു കൂടി മാത്രമേ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുവാൻ കഴിയൂ. അപ്പോൾ അത്തരത്തിൽ നിങ്ങളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്ന വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് 1020 രൂപ, അതായത് 20 രൂപ എന്ന് പറയുന്നത് നമ്മുടെ ആക്ടിവേഷൻ പ്രോസസ്സിങ്ങിന് വേണ്ടി ഒരു ആക്ടിവേഷൻ പിന്നുണ്ട്. ആ പിന്നിൻ്റെ ചാർജാണ് 20 രൂപ. നമുക്ക് ആദ്യമായി ഡൊണേഷൻ ചെയ്യേണ്ടത് 1000 രൂപയാണ്. അങ്ങനെ 1000 പ്ലസ് 20, 1020 രൂപ നമ്മളെ പരിചയപ്പെടുത്തിയ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ, പേടിഎം, ഫോൺപേ തുടങ്ങിയ ഏതെങ്കിലും UPI ട്രാൻസാക്ഷനിലൂടെ നൽകിയ ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ, വാട്സാപ്പ് നമ്പർ, ഗൂഗിൾ പേ നമ്പർ, പേടിഎം നമ്പർ, അതുപോലെ ഫോൺപേ നമ്പർ, ഇത്രയും കാര്യങ്ങൾ നൽകിക്കൊണ്ട് നിങ്ങൾക്കൊരു ID അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുവാൻ കഴിയും. ഇത്രയും നിങ്ങളുടെ സ്പോൺസറുടെ കയ്യിലേക്ക് നൽകുമ്പോൾ അദ്ദേഹം തന്നെ നിങ്ങളുടെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ ആദ്യം കൊടുക്കേണ്ട ഡൊണേഷനായിട്ടുള്ള 1000 രൂപ ഡൊണേറ്റ് ചെയ്ത് ആ ഡൊണേഷൻ സ്വീകരിക്കുന്ന വ്യക്തിയിൽ നിന്നും അപ്രൂവൽ ചെയ്ത് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കരസ്ഥമാക്കി അത് നിങ്ങൾക്ക് കൈമാറും. അപ്പോൾ ഇവിടെ ഇതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ്? ഇത് 4 ലെവലുകൾ കൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. ഇവിടെ ഒരു 2 മെട്രിക്സ് പ്ലാനാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതായത് 2, 4, 8, 16 അങ്ങനെ 2 മെട്രിക്സിലൂടെ ആണ് ഇവിടെ നമുക്ക് നമ്മുടെ ട്രീ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നമ്മൾ കടന്നു വന്ന് നമ്മൾ 2 വ്യക്തികളെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നമ്മൾ ഫസ്റ്റ് ലെവലിലേക്ക് കടക്കും. ആ ഫസ്റ്റ് ലെവലിലേക്ക് കടക്കുമ്പോൾ നമ്മൾ 1000 രൂപ ഡൊണേറ്റ് ചെയ്താണ് പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വന്നത് എങ്കിൽ ആദ്യ ലെവലിൽ നിന്ന് 2 വ്യക്തികൾ 1000 രൂപ വീതം നമുക്ക് അയച്ചു തരും. ആ പണം സ്വീകരിച്ച ശേഷം അവരുടെ ID നമ്പർ നമ്മൾ അപ്രൂവൽ ചെയ്ത് നൽകണം. അപ്രൂവൽ ചെയ്ത് നൽകുമ്പോൾ മാത്രമാണ് അവർക്ക് വീണ്ടും മുൻപോട്ട് പോകുവാൻ കഴിയുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെവലിൽ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നു. 1500 രൂപയ്ക്ക് നമുക്ക് 2000 രൂപ ലഭിച്ചു. 1500 രൂപയ്ക്ക് അപ്ഗ്രേഡ് ചെയ്തു. ബാലൻസ് 500 രൂപ എന്ന് പറയുന്നത് നമ്മുടെ ബെനിഫിറ്റാണ്. അപ്പോൾ ഫസ്റ്റ് ലെവലിൽ തന്നെ 500 രൂപ നമ്മൾക്ക് ബെനിഫിറ്റ് ലഭിച്ചു. രണ്ടാമത്തെ ലെവലിൽ നമ്മൾ ആദ്യ ലെവലിൽ നിന്ന് 1500 രൂപയ്ക്ക് അപ്ഗ്രേഡ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ രണ്ടാമത്തെ ലെവലിൽ 4 വ്യക്തികളിൽ നിന്നും 1500 രൂപ വീതം, അതായത് ടോട്ടൽ 6000 രൂപയാണ് നമുക്ക് റിസീവ്ഡ് ഹെൽപ്പായി ലഭിക്കുക. അതിൽ നിന്നും ആദ്യം ലഭിക്കുന്ന തുകയിൽ നിന്നും 2500 രൂപ നമ്മൾ വീണ്ടും അപ്ഗ്രേഡ് ചെയ്യണം. അത് ഒരു വ്യക്തിക്കോ ഒന്നിലധികം വ്യക്തികൾക്കോ ആയിരിക്കും അപ്ഗ്രേഡ് ചെയ്യുവാനായി സിസ്റ്റം നിർദ്ദേശിക്കുക. അതിനുശേഷം 1000 രൂപ ഒരു റീബർത്ത് IDക്കായി നൽകണം. ഇതിൻ്റെ ഏറ്റവും വലിയ പോസിബിലിറ്റി എന്ന് പറയുന്നതാണ് നമുക്ക് രണ്ടാമത്തെ ലെവൽ മുതൽ റീബർത്ത് IDകൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ആ റീബർത്ത് IDക്ക് വേണ്ടി 1000 രൂപ നൽകണം. അതിനുശേഷം 500 രൂപ നമ്മളെ ആരാണോ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത് അവർക്ക് സ്പോൺസർ ഹെൽപ്പായി നൽകണം. അത് നമ്മൾ നൽകേണ്ടതില്ല, സിസ്റ്റം നൽകിക്കൊള്ളും. ഓക്കെ, അപ്പോൾ അങ്ങനെ 4000 രൂപയാണ് രണ്ടാമത്തെ ലെവലിൽ നിന്നും നമ്മൾ മുകളിലേക്ക് കൊടുത്തിട്ടുള്ളത്. ബാലൻസ് 2000 രൂപ നമ്മുടെ ബെനിഫിറ്റാണ്. മൂന്നാമത്തെ ലെവലിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്നത് 2500 രൂപ വീതം 8 വ്യക്തികളിൽ നിന്നാണ്. ആ 8 വ്യക്തികളിൽ നിന്ന് ലഭിക്കുമ്പോൾ 20000 രൂപയാണ് ടോട്ടൽ ലഭിക്കുക. ആദ്യം ലഭിക്കുന്ന 10000 രൂപ നമ്മൾ അപ്ഗ്രേഡിന് വേണ്ടി നൽകണം. അതിനുശേഷം 2000 രൂപ 2 റീബർത്ത് IDകൾക്ക് വേണ്ടി നൽകണം. 2000 രൂപ നമ്മുടെ സ്പോൺസർക്ക് സ്പോൺസർ ഹെൽപ്പായി നൽകണം. അങ്ങനെ 14000 രൂപയും മുകളിലേക്ക് നൽകണം. അവിടെ നമ്മുടെ ബെനിഫിറ്റ് 6000 രൂപയാണ്.
അടുത്ത ലെവൽ എന്ന് പറയുന്നത് 4ാമത് ലെവലാണ്. 4ാമത് ലെവലിൽ 16 വ്യക്തികളിൽ നിന്നും 10,000 രൂപ വീതമാണ് നമ്മൾക്ക് ലഭിക്കുവാൻ പോകുന്നത്. അതായത് ടോട്ടൽ റിസീവ്ഡ് ഹെൽപ്പ് എന്ന് പറയുന്നത് 1,60,000 രൂപയാണ്. ആ 1,60,000 രൂപയിൽ ആദ്യം ലഭിക്കുന്ന തുകയിൽ നിന്ന് തന്നെ 5,000 രൂപ 5 റീബർത്ത് ഐ ഡികൾക്ക് നൽകണം. 5 റീബർത്ത് ഐ ഡികൾക്ക് നൽകിയാൽ അടുത്തതായി നൽകേണ്ടത് സ്പോൺസർ ഹെൽപ്പാണ്. 10,000 രൂപ സ്പോൺസർ ഹെൽപ്പ് നൽകണം. അങ്ങനെ 15,000 രൂപ മാത്രമാണ് ആ ലെവലിൽ നിന്ന് നമ്മൾ 4ാമത്തെ ലെവലിൽ നിന്ന് നമ്മൾ നൽകേണ്ടത്. അവിടെ നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് 1,45,000 രൂപയാണ്. അങ്ങനെ 4 ലെവലുകളിൽ നിന്നായി നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് 1,45,000 പ്ലസ് 6,000 പ്ലസ് 2,000 പ്ലസ് 500, അതായത് 1,53,500 രൂപയാണ്. ഇത് ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഈ ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അടുത്തതായി നമുക്ക് റീജനറേറ്റ് ചെയ്തിരിക്കുന്ന റീബർത്ത് ഐ ഡികൾ, അവിടെ 8 ഐ ഡികൾ നമുക്ക് റീബർത്ത് ചെയ്തിട്ടുണ്ട്. ആ 8 ഐ ഡികളിൽ കൂടിയും ഇതേ രീതിയിൽ നമ്മൾക്ക് വരുമാനം ലഭിക്കുവാൻ പോവുകയാണ്. ഇതാണ് 1ാമത്തെ വരുമാനം. 2ാമത്തെ വരുമാനം ഇവിടെ സ്പോൺസർ ഇൻകമാണ്. നമുക്കറിയാം റെഫറൽ ഇൻകം. റെഫറൽ ഇൻകം എന്ന് പറയുന്നത് വിവിധ കമ്പനികൾ വിവിധ രീതികളിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ പീപ്പിൾ ടു പീപ്പിൾ അപ്രൂവൽ പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ വരുമാനം നൽകുന്നതും പീപ്പിൾ തന്നെയാണ്, ജനങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലഭിക്കുവാൻ പോകുന്ന റെഫറൽ ഇൻകം എന്ന് പറയുന്നത് 2 വ്യക്തികളെ മസ്റ്റായും റെഫറൽ ചെയ്യണം. 2 വ്യക്തികളെ റെഫറൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്ക് ആ 2 ആളുകൾ അവരുടെ 4 റൗണ്ടുകൾ പൂർത്തിയാക്കുമ്പോൾ ലഭിക്കുവാൻ പോകുന്ന ഡയറക്റ്റ് റെഫറൽ വരുമാനം എന്ന് പറയുന്നത് 25,000 രൂപയാണ്. അപ്പോൾ അതുകൊണ്ട് തീരുന്നില്ല. തുടർന്ന് വരുന്ന 8 ഐ ഡികളിലും ഇതേ സ്പോൺസർഷിപ്പ് തന്നെ നിലനിൽക്കുകയും അവിടെയും ഒരു വ്യക്തിയിൽ നിന്നും ഒരു അക്കൗണ്ടിൽ 25,000 രൂപ വീതം ലഭിക്കും. അങ്ങനെയാണെങ്കിൽ 8 അക്കൗണ്ടിലേക്ക് വരുമ്പോൾ 2 ലക്ഷം രൂപയാണ് 2ാമത്തെ റൗണ്ടിൽ ലഭിക്കുവാൻ പോകുന്നത്. ഇത് അവിടെയും അവസാനിക്കുന്നില്ല. 3ാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഈ 8 ഐ ഡികളും വീണ്ടും 8 ഐ ഡികൾക്ക് ജന്മം കൊടുക്കും. അപ്പോൾ 64 ഐ ഡികളാവും. ആ 64 ഐ ഡികളിലും നമ്മുടെ റെഫറലായി വന്നിട്ടുള്ള വ്യക്തികൾ നമ്മളുടെ തന്നെ റെഫറൽസ് ആണ്. നമുക്ക് അവിടെയും സ്പോൺസർ ഇൻകം ഞാൻ ആദ്യം പറഞ്ഞ ചാർട്ട് പ്രകാരം ലഭിച്ചുകൊണ്ടിരിക്കും. പിന്നെ എത്ര ആളുകളെ റെഫറൽ ചെയ്യണം എന്ന് നമ്മൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര റെഫറൽ ചെയ്യാമോ അത്രയധികം റെഫറൽ ചെയ്തുകൊണ്ട് ആ റെഫറൽ ഇൻകം മാത്രം ഒരു വലിയ തുകയിലേക്ക് കടക്കുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ റാങ്ക് സിസ്റ്റം ഉണ്ട്. 4 റാങ്കുകളാണുള്ളത്. 1ാമത്തെ റാങ്ക് എന്ന് പറയുന്നത് 12 ഡയറക്റ്റ് റെഫറൽ കംപ്ലീറ്റ് ചെയ്യുന്ന വ്യക്തികൾ സിസ്റ്റം പ്രൊമോട്ടർ എന്ന റാങ്കിലെത്തും. 25 റെഫറലുകൾ ചെയ്യുന്ന വ്യക്തികൾ അടുത്ത പൊസിഷനിലേക്ക് സിസ്റ്റം മാനേജർ എന്ന പൊസിഷനിലേക്ക് മാറും. അതുപോലെ തന്നെ 50 വ്യക്തികളെ ഡയറക്റ്റ് റെഫറൽ ചെയ്യുന്ന വ്യക്തികൾ സിസ്റ്റം ഹെഡ് എന്ന പൊസിഷനിലേക്ക് മാറും. അപ്പോൾ ഇത്തരത്തിൽ റാങ്കുകൾ ഇവിടെയുണ്ട്. അപ്പോൾ എത്ര റെഫറൽ ചെയ്യണം, ഏതൊക്കെ റാങ്ക് അച്ചീവ് ചെയ്യണം, അതിലൂടെ എന്തൊക്കെ ബെനിഫിറ്റാണ് ലഭിക്കുവാൻ പോകുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് പിന്നാലെ വരുന്ന കാര്യങ്ങളാണ്. എന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് സക്സസ്. ഫസ്റ്റ് സ്റ്റെപ്പ് സക്സസ് ആയി ചെയ്യുവാനായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഒരു വ്യക്തിക്ക് 1000 രൂപ ഡൊണേഷൻ ചെയ്യുവാൻ തയ്യാറായിക്കൊണ്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടന്നു വരിക. 2 ഡയറക്റ്റ് റെഫറൽ മസ്റ്റായി ചെയ്തുകൊണ്ട് നമ്മുടെ പ്ലേസ്മെൻറ്റ് ഉറപ്പിക്കുക. അതിലൂടെ വരുമാനം നേടുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ 1000 രൂപ ഈ നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന 1000 രൂപ എന്ന് പറയുന്നത് നമ്മുടെ പോക്കറ്റിൽ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചിലവഴിക്കാം. ഒരു ദിവസം കൊണ്ട് വേണമെങ്കിൽ ചിലവഴിക്കാം, ഒരു മണിക്കൂർ കൊണ്ട് വേണമെങ്കിൽ ചിലവഴിക്കാം, അതല്ല ഒരാഴ്ച സൂക്ഷിച്ച് വെച്ചിരുന്ന് ചിലവഴിക്കാം. ഇതൊക്കെ ചെയ്യാം. പക്ഷേ എങ്ങനെയൊക്കെ ചെയ്താൽ അത് ചിലവായി പോകുന്നു എന്നുള്ളതല്ലാതെ അതിൽ നിന്ന് യാതൊരു രീതിയിലുള്ള ബെനിഫിറ്റും നമ്മൾക്ക് ലഭിക്കുവാൻ പോകുന്നില്ല. എന്നാൽ നമുക്കൊരു പരിചയവുമില്ലാത്ത ഒരു സിസ്റ്റം ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിക്ക് 1000 രൂപ ഡൊണേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ലക്ഷങ്ങളും കോടികളും ഏൺ ചെയ്യുവാനുള്ള അവസരമുണ്ട്. അതിലെത്ര വേണം, 1000 മതിയോ അതോ ലക്ഷങ്ങൾ വേണമോ കോടികൾ വേണമോ, തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഈ ഒരു പ്രോഗ്രാം കേട്ട് തീരുമാനമെടുക്കുന്നത് വേണം എന്നാണെങ്കിൽ ആരാണോ നിങ്ങളിലേക്ക് ഈ ഒരു പ്രോഗ്രാം എത്തിച്ചു തന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടും താമസിക്കാതെ നിങ്ങളുടെ ഐ ഡികൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഡൊണേഷൻ നൽകിക്കൊണ്ട് നിങ്ങളുടെ ഐ ഡികൾ അപ്രൂവൽ ചെയ്ത് വാങ്ങിക്കൊണ്ട് നിങ്ങൾ ഈ സിസ്റ്റത്തിൻ്റെ ഭാഗഭാക്കാകുവാൻ മാത്രം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല വിജയമുണ്ടാകുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.